അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ. നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ പരീക്ഷാ സമയമാണ്. നമുക്കും ചിലപ്പോൾ പരീക്ഷകളും ഇൻ്റർവ്യൂകളും ഉണ്ടാവാം. നല്ല മാർക്ക് വാങ്ങി പാസ്സാവുന്നതിനും അതുപോലെ ഇൻ്റർവ്യൂകളിൽ മുൻനിരയിലെത്തുന്നതിനും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നുമുണ്ടാവാം. എന്നാൽ നമുക്ക് ഓർമ്മ ലഭിക്കില്ല, അല്ലെങ്കിൽ എക്സാം സമയത്ത് നമുക്ക് എഴുതാൻ കിട്ടില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് മഹാന്മാർ പറഞ്ഞു തന്ന ചില ആത്മീയ വഴികളാണ് ഇവിടെ പറയുന്നത്. അൽ-നൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അലം നശ്ർ സൂറത്ത് 11 തവണ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് ഓതുക. ഓരോ തവണ ഓതുമ്പോഴും വെള്ളത്തിലേക്കും അതുപോലെ നെഞ്ചിലേക്കും 3 തവണ വീതം ഓതുക. ഇത് പരീക്ഷ കഴിയുന്നത് വരെ ഈ കാര്യങ്ങൾ ചെയ്യുക. ശേഷം പരീക്ഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വെള്ളം കുടിക്കുകയും മുത്ത് നബിയുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലി ബിസ്മി ചൊല്ലി ഇറങ്ങുകയും ചെയ്യുക. പഠിച്ചത് മറന്നു പോവാതിരിക്കാനും പരീക്ഷാ സമയത്ത് ഓരോന്നും ഓർമ്മകളിൽ തെളിയുന്നതിനുമാണ് ഇങ്ങനെ ഓതുന്നത്. കൂടാതെ തോഹ സൂറത്തിലെ 25 മുതൽ 27 വരെയുള്ള ആയത്തുകൾ എപ്പോഴും ചൊല്ലുന്നതും നല്ലതാണ്. നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാനും ഇത് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ആയത്തുകളാണ്. ഇതാണ് ആയത്തുകൾ. റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഓർമ്മശക്തിയും ബുദ്ധിയും വർദ്ധിക്കുന്നതിനുള്ള മറ്റൊരു ദുആ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന ദുആ പരീക്ഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 11 തവണ ഓതി ദുആ ചെയ്ത് ഇറങ്ങുക. ഇതിൽ പറഞ്ഞ ഓരോ ദുആക്കും അതിൻ്റേതായ പ്രാധാന്യങ്ങളും ഫലങ്ങളും ഉണ്ട്. എല്ലാം കൂടി ചെയ്യുന്നതും വളരെ നല്ലതാണ്. നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിയുന്നതിനും ശരിയുത്തരം എഴുതി പരീക്ഷ കൃത്യസമയത്ത് തന്നെ എഴുതിത്തീരുന്നതിനും നമ്മെ സഹായിക്കുന്ന ആയത്തുകളും ദുആകളുമാണ് ഇത്. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ ജോലിക്കായുള്ള ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കും മറ്റ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ്. ഇൻഷാ